ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിതാ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കർക്കിടക മാസമാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മുടെ ശരീരരക്ഷയ്ക്കായിട്ട് പലതരം വിഭവങ്ങൾ തയ്യാറാക്കി കഴിക്കേണ്ട ഒരു മാസം കൂടിയാണല്ലേ. പണ്ട് കാലം മുതൽക്കേ കർക്കിടക മാസത്തിൽ ശരീരരക്ഷയ്ക്കായിട്ട് നമ്മുടെ അമ്മമ്മമാരും നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി വരുന്ന ഒരു പഴമയുടെ കറി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുക, ചേമ്പിൻ്റെ താളുകൊണ്ട് ഒരു കറിയാണ് കേട്ടോ. എല്ലാ കാലാവസ്ഥയിലും വളരുന്ന ചില പച്ചക്കറികളുടെ ഇലകളൊക്കെ ഒരുപാട് കഴിക്കുന്ന മാസമാണ് നമ്മളെ ഈ ഒരു കർക്കിടക മാസം അല്ലേ. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് പോഷക മൂല്യമുള്ള ചേമ്പിൻതാളാണ് കേട്ടോ കറി. അപ്പോൾ ഈ ചേമ്പും താളിന് കുറേ ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫൈബറും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറെ ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളിതാ പറമ്പിലുണ്ടായിട്ടുണ്ട് കേട്ടോ കുറേ ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ ഞാനിതാ അതെല്ലാം ഒടിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ചെറുതായിട്ടുള്ള നൈസ് തൊലിയുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ നമ്മൾ ചീകി കളയണം, അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ ഇളം തണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചേമ്പിൻ്റെ താള് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നൈസുള്ള തൊലി എല്ലാം കൂടെ കളഞ്ഞിട്ട് നല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല കഴുകിയെടുക്കണം, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് മൺചട്ടിയിലാണ് കേട്ടോ മീനും ഇതുപോലത്തെ താള് കറിയൊക്കെ വെക്കാറുള്ളത്. എന്നിട്ട് നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ഒരു മൺചട്ടിക്കകത്ത് ഇട്ടിട്ട് നമ്മളതിന് പാകത്തിന് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും പിന്നെ അതിനുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു വർഷത്തിൽ ഒരിക്കലല്ലേ കർക്കിടകം. അപ്പോൾ ആ ഒരു ദിവസമെങ്കിൽ നമ്മൾ കർക്കിടകത്തിൽ ആ ഒരു മാസത്തിലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് 2 തവണയെങ്കിലും കൂട്ടണത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഉപ്പ് ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഇച്ചിരി വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി പുളി ചേർക്കണം കേട്ടോ. പുളി ഇച്ചിരി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്കത് അരപ്പ് ചേർക്കാനുള്ള തേങ്ങയും കാന്താരി മുളകും കുഞ്ഞുള്ളിയും ചെറിയ ജീരകവും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ച് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മളിതാ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള അത് നമ്മളിതാ ചേമ്പിനധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വേകും കേട്ടോ. അപ്പം നമ്മളിതാ അരപ്പ് അതിലേക്ക് ചേർത്തു. എന്നിട്ട് പിന്നെ കടുക് വറുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചത് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കടുക് ഇട്ടു. എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് ഉള്ളി അടുപ്പത്തേക്ക് ഇട്ടിട്ട് അത് നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. നല്ല ബ്രൗൺ നിറമാകുമ്പോഴത്തേനും അപ്പോഴാണ് നമുക്കത് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നമ്മളത് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ആവിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുള്ളൂ. എന്നിട്ട് നമ്മൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ വെച്ച മീൻകറിയും കൂടെ ഉണ്ട് കേട്ടോ. കുടമ്പള്ളി ഇട്ട് വെച്ച മീൻകറിയും കൂടെ ഉണ്ട്. അപ്പോൾ അപ്പുക്കുട്ടന് കഴിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പുക്കുട്ടന്. അപ്പോൾ ചീരത്തോരനും ഉണ്ട്. അപ്പുക്കുട്ടനാണെങ്കിൽ സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു കള്ളനോട്ടം ഒരു ചിരിയൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ ഫൈറ്റിംഗ് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ സിനിമയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവനൊരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ